ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നാദിറ എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. കഴിഞ്ഞ സീസണിലെ നാദിറ എന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. 13-ാം വയസ്സിൽ സഹപാഠികളാൽ റേപ്പ് ചെയ്യപ്പെട്ടു. 17-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. നജീബിൽ നിന്നും നാദിറയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഇന്നവൾ തൻ്റെ വീടെന്ന സ്വപ്നവും സ്വന്തമാക്കി മുന്നേറുമ്പോൾ പരിഹാസ കമൻറ്റുകളുമായി വരുന്നവർ ഒന്നറിയണം, അവൾ വന്ന വഴി എത്ര ദുർഘടമായിരുന്നുവെന്ന്. ബിഗ് ബോസ് മലയാളം 5-ാം സീസണിലൂടെയാണ് നാദിറ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത്. നാദിറയുടെ തമാശ കലർന്ന സംസാര ശൈലിയും ഹ്യൂമർ സെൻസും തഗ് ഡയലോഗുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ടു. സീസണിലെ ഏറ്റവും ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നാദിറയും. ഇന്നവൾ തൻ്റെ സ്വപ്നഭവനം സ്വന്തമാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. 1999 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ആണ് നാദിറ ജനിച്ചത്. വളർന്നതും അവിടെ തന്നെയാണ്. കാഴ്ചയിൽ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ നജീബ് എന്നായിരുന്നു മാതാപിതാക്കൾ അവൾക്ക് നൽകിയ പേര്. 8-ാം ക്ലാസ്സിൽ വെച്ച് സഹപാഠികളാൽ നിന്നും അവൾക്ക് ദുരനുഭവം നേരിട്ടു. 15-ാമത്തെ വയസ്സിലാണ് താൻ ആരാണെന്ന് അവൾ മനസ്സിലാക്കുന്നത്. തന്നെ സ്വയം മനസ്സിലാക്കിയ നാദിറയ്ക്ക് പിന്നീട് തൻ്റെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. പല ജോലികളും ചെയ്ത് സ്വന്തം കാലിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നാദിറ പിന്നീട് ആക്ടിവിറ്റി അതുപോലെ തന്നെ മോഡല്, പിന്നെ അഭിനേത്രി എന്നീ നിലകളിലെല്ലാം സജ്ജമായി ശ്രദ്ധ നേടി. അതിനുശേഷം കാലടി യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ AISF പ്രതിനിധിയായി പാനലിനെ നയിച്ചും നാദിറ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ കഠിനാധ്വാനത്തിലൂടെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് നാദിറ. പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ നിരവധി ബിഗ് ബോസ് താരങ്ങളും പങ്കെടുത്തിരുന്നു. തൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങൾ പങ്കിട്ടുകൊണ്ട് നാദിറ ഇങ്ങനെ കുറിച്ചു: മഴവില്ല് ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക്. ഈ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോൾ എവിടെന്നോ ഒരു അഹങ്കാരം ഉള്ളിൽ തോന്നുമല്ലോ. കാരണം അത്രയും കടമ്പ കടന്നിട്ടാണല്ലോ അവൾ അവിടം വരെ എത്തിയത് തന്നെ. ജീവിക്കാൻ അത് സ്വപ്നം കാണാനും തുടങ്ങിയിട്ട് അധികം കാലമായില്ല. ആ ഇടത്തു നിന്നും ഈ സ്വപ്നത്തിലേക്ക് ഇത്ര വേഗം എത്തിച്ചതിൽ പടച്ച റബ്ബിനോട് നന്ദി പറയുന്നു. പിന്നെ എല്ലാത്തിനും കരുത്ത് തന്ന കുടുംബത്തിനോടും. വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഈ പാലുകാച്ചൽ പരിപാടിയിലെത്തിയ ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. നന്ദി പറഞ്ഞാൽ അത് നിങ്ങൾക്കും എനിക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നു. സൈബർ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. നിങ്ങൾ എന്നെപ്പറ്റി വൃത്തികേടുകൾ ഇനിയും പറയൂ. ഞാൻ നിങ്ങൾക്ക് മുകളിൽ ഉയർന്നു പറന്ന് അത് കണ്ട് ആസ്വദിക്കാം. മഴവില്ല് ആകാശത്ത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും പരിഹാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ടെങ്കിലും അതെല്ലാം മറികടന്നാണ് അവൾ ഇവിടെ വരെ എത്തിയത്. ആർക്കും ഒരു ദോഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നില്ലെങ്കിലും മോശം കമൻറ്റുമായി ഇപ്പോഴും ചിലർ വരാറുണ്ട്. നാദിറ പങ്കുവച്ച ഹൗസ് വാമിംഗ് വീഡിയോയ്ക്ക് താഴെയും അങ്ങനെ ചിലർ എത്തിയിരുന്നു. സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന അവളെ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. അവൾ ഭൂമിയിൽ ജനിച്ചു, അല്ലെങ്കിൽ അവനായിട്ട് ജനിച്ചു വളരുമ്പോഴത്തേക്കും അവനിലെ വ്യത്യാസങ്ങൾ അവൾ തിരിച്ചറിഞ്ഞ് അവളായിട്ട് തന്നെ മാറി അവനായിട്ട് ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവളായിട്ട് മാറി അവൾ ജീവിച്ചു. ആരെയും ദ്രോഹിച്ചില്ല, വേണ്ടാത്ത ഒരു പ്രവൃത്തിക്കും പോയില്ല, ആരെയും വഞ്ചിച്ചില്ല. അവൾ അവളുടേതായിട്ടുള്ള തൊഴിൽ ചെയ്തു, അല്ലെങ്കിൽ അവൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് അവൾ ജീവിക്കുന്നു. ഇതിലാർക്ക് എന്തിൻ്റെ പന്തികേടാണ്? എടോ, വീട്ടിൽ കുത്തിയിരുന്ന് 24 മണിക്കൂറും വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിനക്കൊക്കെ അവരുടെയൊക്കെ ഇതുപോലുള്ള വളർന്നു വരണവരെയൊക്കെ കാണുമ്പോൾ ചൊറിച്ചിലും മാന്തലും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതനുസരിച്ച് മാന്താൻ വരുമ്പോഴത്തേക്കും പിന്നെ ശരിയാവില്ല കേട്ടോ. കാരണം അങ്ങേറ്റം വരെ നമ്മൾ ഈ മാന്താൻ വരുന്നവർ കടന്നു പിടിച്ചിട്ടായിരിക്കും മാന്താൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുകയാണ്. അതിപ്പോൾ ആണായി ജനിച്ച പെണ്ണായി ജീവിക്കേണ്ടി വന്നു. അവരുടെ അവസ്ഥ അവർക്കേ മനസ്സിലാവും. നമ്മൾ പുറത്തു നിന്ന് നോക്കുന്ന നമുക്കത് മനസ്സിലാവില്ല. നമുക്കിപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് പല കമൻസുകളും പുറത്തു പറയാൻ പറ്റത്തില്ല. അത്ര ചീപ്പായ കമൻസുകൾ വരുന്നുണ്ട്. ഇല്ല എന്നുള്ള അവൾ ഇന്ന് ഒരു പെൺകുട്ടിയായി ജീവിക്കുന്നു. പെൺകുട്ടിയായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്ര നല്ല മാന്യതയായിട്ട് അവൾ കൊണ്ടുപോകുന്നുണ്ട്. അവളെ വെറുതെ വിട്ടൂടെ ഈ പറയും പോലെ? എന്തിനു വെറുതെ? അവളുടെ ഹൗസ് വാമിങ്, അവൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലുമുണ്ട് തെറിയ അഭിഷേകവും നല്ല സൂപ്പർ കമൻസുകളും. നാണമില്ലേ?
മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കുത്തി ചൊറിച്ചിലും മാന്തലും ഒക്കെ ഉണ്ടാക്കി പട്ടിത്തീട്ടം വാരി തേക്കാൻ വേണ്ടിയിട്ട്. കഷ്ടം. ജീവിക്കാൻ വേണ്ടി ജീവിച്ചോട്ടെ.